നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു വശത്ത് ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോലും നീങ്ങുന്നു. സൈബർ ഇടത്തിലടക്കം ആശയക്കുഴപ്പങ്ങൾ സജീവമാണ്. പ്രതിപക്ഷ നേതാവിനെ ആക്രമിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സൈബർ ആക്രമണം ശക്തമായതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പരാതി നൽകി പ്രതിപക്ഷ നേതാവ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തന്നെ ഒറ്റതിരിഞ്ഞും വ്യക്തിപരമായും ആക്രമിക്കുന്നു. സൈബർ ആക്രമണത്തിൽ KPCC സൈബർ സെല്ലിലെ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് വി.ഡി. സതീശൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ട്. 4000 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിശദ വിവരങ്ങൾ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തനിക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ 3 അനുയായികളാണ് എന്നതാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അവരെ സൈബർ സെല്ലിൽ നിന്ന് പുറത്താക്കണം. പരാതിയിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർക്കുൾപ്പെടെയാണ് പരാതി നൽകിയിട്ടുള്ളത്. തനിക്കെതിരായ ആരോപണങ്ങളിൽ KPCC നേതൃത്വമോ AICC ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷിയോ KC വേണുഗോപാലോ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. നേതാക്കളുടെ മൗനവും സതീശൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നാണ് സൂചന. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. രാഹുലിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ വി.ഡി. സതീശൻ കർക്കശ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും വ്യാപകമായത്. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടി വേണമെന്ന് KPCC ഭാരവാഹി യോഗത്തിൽ നിർദ്ദേശമുയർന്നു. പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് KPCC വൈസ് പ്രസിഡന്റ് VD ബൽറാമിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കും. സൈബർ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരും അവസാനിപ്പിക്കണമെന്ന് K. മുരളീധരൻ യോഗത്തിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കുറിച്ച് വി.ഡി. സതീശൻ യോഗത്തിൽ ഒന്നും പറഞ്ഞില്ലെന്നാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ നേതാക്കൾക്ക് ക്ലാരിറ്റി ഇല്ലെന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു. പ്രതിപക്ഷ നേതാവ് മാത്രമാണ് നിലപാട് ആവർത്തിക്കുന്നതെന്നും പൊതുസമൂഹത്തിൽ സംശയത്തിന് അത് വഴിയൊരുക്കുന്നുണ്ടെന്നുമാണ് വിമർശനം. പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിന്റെ സാന്നിധ്യം KPCC യോഗത്തിൽ ചർച്ചയായി. ഷജീറിന്റെ സാന്നിധ്യം നേതാക്കളുടെ പിന്തുണയാണ് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ കഴിയില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ലൈംഗിക ആരോപണങ്ങൾക്കിടെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് നിയമസഭയിലെത്തിയിരുന്നു. സഭയിൽ എത്തരുതെന്ന് നേതാക്കളുടെ താക്കീത് ലംഘിച്ചാണ് രാഹുൽ എത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു രാഹുൽ സഭയിലെത്തിയത്. നിയമസഭയിലേക്ക് പോകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കളെ രാഹുൽ അറിയിച്ചിരുന്നതായിട്ടാണ് വിവരം. അതേസമയം രാഹുലിന്റെ വരവോടെ ആശ്വാസത്തിലായത് ഭരണപക്ഷമാണ്. കസ്റ്റഡി മർദ്ദന വിവാദങ്ങളിൽ മുഖം പോയിരിക്കുന്ന സർക്കാരിന് പിടിവള്ളിയായി രാഹുലിന്റെ ഇന്നത്തെ സഭയിലേക്കുള്ള എൻട്രി. അതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തിൽ രാഹുലിനെതിരെ സഭയ്ക്കുള്ളിൽ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. പ്രതിഷേധിക്കാതെ നാളെയും വരണേ എന്ന കരുതലെടുക്കൽ സമീപനമായിരുന്നു രാഹുലിനോട് ഇന്ന് ഭരണപക്ഷത്തിന്. രാഹുൽ സഭയിൽ ഹാജരുണ്ടെങ്കിൽ സർക്കാരിനെതിരായ മറ്റു വിഷയങ്ങളെ സമർത്ഥമായി അട്ടിമറിക്കാമെന്നാണ്. എന്നാൽ രാഹുൽ സഭയിൽ ഹാജരായതോടെ വെട്ടിലായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചാണ് രാഹുൽ സഭയിലെത്തിയതെന്ന പൊതുവികാരം ഉയർന്നിട്ടുണ്ട്. ഇതോടെ സമ്മേളനകാലത്ത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് വിശ്വാസമില്ലാത്ത പ്രതിപക്ഷ നേതാവ് എന്ന കാര്യം പറഞ്ഞ് മുതലെടുക്കാനും സർക്കാർ ശ്രമിക്കും. വരും ദിവസങ്ങളിൽ രാഹുൽ വിഷയം എങ്ങനെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്ന് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. രാഹുൽ സഭയിലെത്തിയതോടെ വി.ഡി. സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെടുകയായിരുന്നു. രാഹുലിനെതിരെ ആരോപണമുയർന്ന സമയത്ത് നടപടി സ്വീകരിക്കാൻ പല നേതാക്കളും മുറവിളി കൂട്ടിയിരുന്നു. ആ നേതാക്കളെല്ലാം നിലപാട് മയപ്പെടുത്തിയെങ്കിലും സതീശൻ പിന്നോട്ട് പോയിരുന്നില്ല.